നമസ്കാരം. 2017 ഓഗസ്റ്റ് മാസം കൊല്ലങ്കോടുള്ള പ്രേമകുമാരി ആ ദിവസം അവരുടെ മുന്നിലെത്തിയ പത്രവാർത്ത കണ്ട് ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്. യമനിലുള്ള പ്രേമകുമാരിയുടെ മകൾ നിമിഷപ്രിയയുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് ആ വാർത്ത പത്രത്തിൽ വന്നിരിക്കുന്നത്. യമനിൽ നിമിഷപ്രിയ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് വെച്ച് നിമിഷപ്രിയ അവളുടെ ഭർത്താവിനെ കൊന്ന് കഷ്ണങ്ങളായി നുറുക്കി വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ചതിന് ശേഷം ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് വാർത്തയിൽ സൂചിപ്പിക്കുന്നത്. ഒരു പത്രത്തിൽ മാത്രമല്ല ആ വാർത്തയുള്ളത്, എല്ലാ പത്രങ്ങളിലും എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളിലും അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് TV ചാനലിലൊക്കെ ആ വാർത്ത വന്നു. ഈ സമയത്ത് നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി തോമസും തൊടുപുഴയിൽ നിന്ന് ഈ വാർത്ത അറിഞ്ഞു. കഴിഞ്ഞ 2 വർഷമായിട്ട് ടോമി തോമസും കുഞ്ഞും കേരളത്തിലാണ്. ടോമി തോമസും കുഞ്ഞും നിമിഷപ്രിയയുടെ അടുത്ത് നിന്ന് കേരളത്തിലേക്ക് മടങ്ങി വന്നത് 2014 എൻഡിലാണ്. അതിനുശേഷം 2015 നിമിഷപ്രിയ യമനിൽ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഒരു 14 ബെഡുള്ള ഒരു ചെറിയ ക്ലിനിക്ക്. ആ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അവളും ഈ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന തലാലുമായി കേരളത്തിൽ വരികയും ടോമി തോമസിന്റെ തൊടുപുഴയുള്ള വീട്ടിൽ താമസിക്കുകയും ചെയ്തിരുന്നു. തലാലിനെ അന്ന് കേരളത്തിലെ വിവിധ സ്ഥലങ്ങൾ കൊണ്ടുപോയി കാണിച്ചത് ടോമി തോമസ് തന്നെയാണ്. ഇപ്പൊ ഇതാ വാർത്ത കേൾക്കുന്നത് അതേ തലാലിനെ നിമിഷപ്രിയ കൊലപ്പെടുത്തിയെന്നും അതിനുശേഷം അവൾ ഓടി രക്ഷപ്പെട്ടു എന്നാണ്. വിവരമറിഞ്ഞ ടോമി തോമസും അതുപോലെ തന്നെ പ്രേമകുമാരിയും നിമിഷപ്രിയയെ കോണ്ടാക്ട് ചെയ്യാനുള്ള ശ്രമം തുടങ്ങി. യമനിൽ അവർക്ക് ചില ബന്ധങ്ങളൊക്കെ ഉണ്ട്. ആ ബന്ധത്തിലുള്ള ആളുകളെയൊക്കെ വിളിച്ചപ്പോൾ അവർക്കും നിമിഷപ്രിയയെക്കുറിച്ച് ഒരു വിവരവുമില്ല. നിമിഷപ്രിയയും അവരുടെ കൂട്ടുകാരി ഹനാനയും കാണാനില്ല എന്നുള്ള വിവരമാണ് ആത്യന്തികമായി അവർക്ക് ലഭിച്ചിരിക്കുന്നത്. പോലീസ് അവരുടെ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ടെന്നും ക്ലിനിക്കിൽ പരിശോധന നടത്തിയെന്നും അവിടെ നിന്ന് കൊല്ലപ്പെട്ട തലാലിന്റെ ഡെഡ് ബോഡി കണ്ടെടുത്തു എന്നൊക്കെയുള്ള ഇൻഫർമേഷനും പത്രങ്ങളിലും ചാനലുകളും റിലീസ് ചെയ്യുന്നുണ്ട്. നിമിഷപ്രിയയെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതെ ശരിക്കും പ്രേമകുമാരിയും ടോമി തോമസും ആകെ കുഴങ്ങി നിൽക്കുമ്പോഴാണ് ആഗസ്റ്റ് മാസത്തിൽ ഒരു വാർത്ത അവർ തേടി വരുന്നത്. സൗദി അതിർത്തിയിൽ വെച്ച് നിമിഷപ്രിയയെ യമൻ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് അവർ തേടിയെത്തിയത്. നിമിഷപ്രിയയെ അറസ്റ്റ് ചെയ്ത പോലീസ് അവളുടെ പേരിൽ ചാർത്തിയത് കൊലക്കുറ്റമാണ്. അവൾക്കൊപ്പം അവളുടെ കൂട്ടുകാരി ഹനാനും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിമിഷപ്രിയയുടെ ഭർത്താവായ തലാലിനെ കൊല്ലാൻ നിമിഷപ്രിയയെ സഹായിച്ച കുറ്റത്തിലാണ് ഹനാനും അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അവരെ രണ്ടുപേരെയും ജയിലിൽ അടച്ചപ്പോൾ ജയിലിൽ നിന്നാണ് ആദ്യമായിട്ട് നിമിഷപ്രിയ അവളുടെ വീട്ടിലേക്ക് വിളിക്കുന്നത്. എന്താണ് സംഭവമെന്ന് നിമിഷപ്രിയ പറയുമ്പോഴാണ് ശരിക്കും ടോമി തോമസും അമ്മ പ്രേമകുമാരിയും കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയുന്നത്. ടോമി തോമസിന് കുറെ കാര്യങ്ങൾ നേരത്തെ തന്നെ അറിയാം. 2008 നിമിഷപ്രിയ കൊല്ലങ്കോട് നിന്ന് യമനിലേക്ക് പോകുന്നത്. അവളൊരു ഡിപ്ലോമ കോഴ്സ് നഴ്സിംഗിൽ പഠിച്ച് പാസ്സായതിനു ശേഷമാണ് യമനിലെത്തിയത്. അവൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടുപിടിച്ച നിമിഷപ്രിയ 2014 അവൾക്കൊപ്പം ഉണ്ടായിരുന്ന അവളുടെ ഭർത്താവ് ടോമി തോമസിനോട് ആ കാര്യം പറഞ്ഞു. സ്വന്തമായി ഒരു നഴ്സിംഗ് ഹോം തുടങ്ങാൻ പറ്റിയാൽ അത് കൂടുതൽ ആദായം ഉണ്ടാക്കുമെന്നുള്ള കാര്യം നിമിഷപ്രിയ പറഞ്ഞപ്പോൾ ടോമി തോമസിനും മനസ്സിലായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് നഴ്സിംഗ് ഹോം തുടങ്ങാൻ നിമിഷപ്രിയ തീരുമാനിച്ചത്. ആ നഴ്സിംഗ് ഹോം തുടങ്ങുന്ന കാര്യം നിമിഷപ്രിയ അവൾ വർക്ക് ചെയ്തിരുന്ന നഴ്സിംഗ് ഹോമിൽ പറഞ്ഞതും അതിന്റെ ഉടമ ശരിക്കും ആദ്യം ദേഷ്യപ്പെടുകയാണ് ഉണ്ടായത്. ആ സ്ഥാപനത്തിന്റെ ഉടമ അബ്ദുൾ ലത്തീർ നിമിഷപ്രിയയോട് ദേഷ്യപ്പെട്ടെങ്കിലും അവസാനം നിമിഷപ്രിയ അബ്ദുൾ ലത്തീറിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അവൾ തുടങ്ങുന്ന നഴ്സിംഗ് ഹോമിന്റെ 3/4 ഷെയറും അയാൾക്ക് കൊടുക്കാമെന്ന് സമ്മതിച്ചപ്പോഴാണ് അയാൾ നിമിഷപ്രിയയെ നഴ്സിംഗ് ഹോം തുടങ്ങാൻ സഹായിക്കാമെന്ന് സമ്മതിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ സ്ഥലത്ത് നഴ്സിംഗ് ഹോം തുടങ്ങാനുള്ള ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് അവളുടെ പഴയ മുതലാളി തന്നെ കിട്ടി. 33% തുക അബ്ദുൾ ലത്തീർ മുടക്കാമെന്ന് ഏറ്റു. ഇനി നിമിഷപ്രിയയ്ക്ക് വേണ്ട ഒരു സ്പോൺസറെയാണ്. യമൻ നിയമം അനുസരിച്ച് ഇന്ത്യൻ പൗരയായ നിമിഷപ്രിയയ്ക്ക് സ്വന്തമായി ഒരു സ്ഥാപനം തുടങ്ങാൻ പറ്റില്ല. അവളെ ഏതെങ്കിലും ഒരു അറബി വംശജൻ സ്പോൺസർ ചെയ്യണം. അതിനെ പറ്റിയ ഒരാളെ നിമിഷപ്രിയയ്ക്ക് അറിയാം. അതാണ് തലാൽ. തലാൽ ഒരു തുണിക്കടയൊക്കെ നടത്തുന്ന ആളാണ്. തലാലിനെ ചെന്ന് കണ്ട് നിമിഷപ്രിയ കാര്യം പറഞ്ഞപ്പോൾ തലാല് സമ്മതിച്ചു. തലാലിന്റെ സ്പോൺസർഷിപ്പിലാണ് നിമിഷപ്രിയ അങ്ങനെ ആ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തത്. ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് തലാലുമായി യഥാർത്ഥത്തിൽ നിമിഷപ്രിയ തൊടുപുഴയിലേക്ക് വരുന്നതും തലാലിനെ കേരളം മുഴുവൻ കൊണ്ടുവന്ന് കാണിക്കുന്നത്. നിമിഷപ്രിയയും തലാലും 2015 ഫെബ്രുവരിയോടുകൂടി തിരിച്ച്
യമനിൽ മടങ്ങിയെത്തി. അവരുടെ ആ ക്ലിനിക്ക് അതിവേഗം ഒരു വിജയമായി മാറി. ഇഷ്ടംപോലെ രോഗികൾ ആ ക്ലിനിക്കിലേക്ക് വരുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അവരുടെ ക്ലിനിക്കിൽ വരുമാനം കൂടി തുടങ്ങുമ്പോഴാണ് 2015 മാർച്ച് മാസത്തിൽ യമനിൽ ഒരു വിഷയമുണ്ടായത്. ഇറാൻ സ്പോൺസർ ചെയ്യുന്ന ഹൂത്തികളും ഗവൺമെന്റ് സേനയും തമ്മിലുള്ള സംഘർഷം സ്റ്റാർട്ട് ചെയ്ത കാലം കുറേ ആയിരുന്നു. ശരിക്കും ആ മാർച്ചിൽ അത് ശരിക്കൊരു യുദ്ധമായി മാറി. ഗവൺമെന്റിന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന പല സ്ഥലങ്ങളും ഹൂതികൾ പിടിച്ചെടുത്തു തുടങ്ങി. യമനിലെ പല നഗരങ്ങളും ഹൂതികളുടെ നിയന്ത്രണത്തിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായും നാട്ടിലുള്ള ടോമി തോമസും നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിയൊക്കെ ആകെ ടെൻഷനിലായി. നിമിഷപ്രിയ ശരിക്കും യുദ്ധം നടക്കുന്ന ഒരു ഏരിയയിൽ പെട്ടുപോകുമോ എന്നൊരു ഭയം അവർക്കുണ്ടായിരുന്നു. നിമിഷപ്രിയയ്ക്കാണെങ്കിൽ അവിടെ നിന്ന് പെട്ടെന്ന് പിന്മാറാൻ പറ്റാത്തൊരു സാഹചര്യവുമാണ്. നിമിഷപ്രിയ അവളുടെ സമ്പാദ്യം എല്ലാം എടുത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആ നഴ്സിംഗ് ഹോമിലാണ്. ആ നഴ്സിംഗ് ഹോമിലാണെങ്കിൽ ശരിക്കും വരുമാനവുമുണ്ട്. ഒരുപാട് രോഗികൾ എത്തുന്നുണ്ട്. മുടക്ക് മുതലെങ്കിലും തിരിച്ചു കിട്ടാതെ അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നത് ശരിയാകില്ല എന്നുള്ള കാര്യവും നിമിഷപ്രിയയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നിമിഷപ്രിയ അവളുടെ ഭർത്താവ് ടോമി തോമസിനോടും അമ്മ പ്രേമകുമാരിയോടും അവിടെ പിടിച്ചു നിൽക്കാൻ പോവുകയാണെന്നുള്ള കാര്യം അറിയിച്ചു. ഈ സംഭവം നടക്കുമ്പോൾ ശരിക്കും നിമിഷപ്രിയയുടെ ആ നഴ്സിംഗ് ഹോം ഒന്ന് ബിൽഡായി വരികയാണ്. ആ വരുമാനത്തിൽ കണ്ണുവെച്ച് തുടങ്ങിയ തലാൽ പതുക്കെ ആ ഹോസ്പിറ്റലിൽ പല കാര്യങ്ങളിലും ഇടപെട്ടു തുടങ്ങി. ഹോസ്പിറ്റലിന് വേണ്ടി വാഹനം വാങ്ങിയപ്പോൾ അത് രജിസ്റ്റർ ചെയ്യാനായി തലാലിന്റെ കയ്യിലാണ് നിമിഷപ്രിയയെ ഏൽപ്പിച്ചത്. പക്ഷേ ആ വാഹനം തലാല് രജിസ്റ്റർ ചെയ്തത് അവന്റെ തന്നെ പേരിലാണ്. നിമിഷപ്രിയ സ്വാഭാവികമായും അത് ചോദ്യം ചെയ്തു. തലാല് അതിന് ഒരു മറുപടിയും കൊടുത്തു. ഇവിടെ ഈ യമനിൽ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ യമൻ പൗരന്മാരുടെ പേരിൽ വാഹനം രജിസ്റ്റർ ചെയ്യുന്നതാണ് എളുപ്പം. പതുക്കെ ആ മറുപടിയിലൂടെ തലാലും ആ നഴ്സിംഗ് ഹോമിന്റെ ആധിപത്യത്തിലേക്ക് അടക്കുകയാണ്. എല്ലാ മാസവും മാനേജർ ഷെയർ ഹോൾഡേഴ്സിനായി ലാഭം വീതം വയ്ക്കും. ആകെയുള്ള വരുമാനത്തിൽ ചെലവ് കഴിഞ്ഞ് നീക്കിയിരിപ്പും കഴിഞ്ഞ് ബാക്കി ഭാഗം വീതം വയ്ക്കുമ്പോൾ ഒരു ഭാഗം നിമിഷപ്രിയയ്ക്ക് ലഭിക്കും. പക്ഷെ ആ മാസം നിമിഷപ്രിയയുടെ കയ്യിലേക്ക് പണം വന്നില്ല. നിമിഷപ്രിയ ആ കാര്യം മാനേജറോട് ചെന്ന് തിരക്കിയപ്പോൾ മാനേജർ അവൾ ഞെട്ടിക്കുന്ന ഒരു മറുപടിയാണ് പറഞ്ഞത്. ഞാൻ പണം മാഡത്തിന്റെ ഹസ്ബൻഡിന് അയച്ചു കൊടുത്തു. എൻ്റെ ഹസ്ബൻഡിനോ ടോമിക്കോ അല്ല, തലാൽ സാബിന്. തലാലാണ് അവളുടെ ഹസ്ബൻഡ് എന്ന് കരുതി തലാലിന് പണം അയച്ചു എന്ന് ആ മാനേജർ പറഞ്ഞതും നിമിഷപ്രിയയ്ക്ക് അതൊരു വല്ലാത്ത അതിശയമായിരുന്നു. നിമിഷപ്രിയ മാനേജറോട് കാര്യം തിരക്കിയപ്പോൾ തലാല് വളരെ വ്യക്തമായിട്ട് തന്നെ ആ കാര്യം മാനേജറോട് പറഞ്ഞിട്ടുണ്ടെന്ന് സൂചിപ്പിച്ചു. തലാലിന്റെ ഭാര്യയാണ് നിമിഷപ്രിയ എന്നാണ് തലാൽ ആ ഹോസ്പിറ്റലിലെ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നിമിഷപ്രിയ ആ നിമിഷം തന്നെ ആ തുണിക്കടയിലേക്ക് ചെന്ന് തലാലിനോട് കാര്യം തിരക്കി. തലാലിന് അതിന് മറുപടിയുണ്ട്. നിമിഷപ്രിയ ഇപ്പോ ഒറ്റയ്ക്കല്ലേ നിൽക്കുന്നത്. ഹൂതികൾ ഓരോ നഗരങ്ങളായി കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കൺട്രോളിലേക്ക് എൻ്റെ യമൻ വരുമ്പോൾ നിമിഷപ്രിയയ്ക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ സ്വാഭാവികമായും ഒരു അഡ്രസ് വേണം. അവൾ ഒറ്റയ്ക്കാണെന്ന് കണ്ടാൽ അവളെ നോട്ടമിടാൻ പലരും ഉണ്ടാവും. ഇപ്പോ തലാലിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ ആരും പിന്നെ അവളെ ശല്യം ചെയ്യില്ല. എല്ലാ കാര്യങ്ങൾക്കും തലാലിന് വ്യക്തമായ ഉത്തരമുണ്ട്. തലാല് കാണിച്ചത് ശരിയായ പരിപാടിയല്ല എന്ന് നിമിഷപ്രിയ തലാലിനോട് പറഞ്ഞിട്ട് മാനേജറോട് തിരിച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് പണം ഇടണമെന്ന് പറയുകയും ചെയ്തു. തലാലും നിമിഷപ്രിയയും തമ്മിലുള്ള ഈ പ്രശ്നം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തലാല് പതുക്കെ നിമിഷപ്രിയ അയാളുടെ ഭാര്യയാണെന്നുള്ള കാര്യം സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു തുടങ്ങി. സുഹൃത്തുക്കളോട് പറഞ്ഞു തുടങ്ങിയെന്ന് മാത്രവുമല്ല, തലാല് നിമിഷപ്രിയ താമസിക്കുന്ന വീട്ടിലേക്ക് മദ്യപിച്ചുകൊണ്ട് കടന്നു വരുന്നതും ഒരു പതിവാക്കി. മദ്യപിച്ചുകൊണ്ട് നിമിഷപ്രിയയുടെ വീട്ടിലേക്ക് വരുന്ന തലാല് അവിടെ ഇരുന്ന് മദ്യപിക്കുകയും ചെയ്യും. തലാലിനെ ഇറക്കി വിടാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് നിമിഷപ്രിയയും കടക്കുകയാണ്. നിമിഷപ്രിയയെ ശാരീരികമായി ഉപദ്രവിക്കുമെന്ന് ഘട്ടം എത്തുമ്പോൾ അവൾ പലപ്പോഴും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടും. രാത്രിയിൽ സാധാരണ രീതിയിൽ ഒരു സ്ത്രീകളും ഇറങ്ങി നടക്കാൻ ധൈര്യപ്പെടാത്ത ആ തെരുവിലൂടെ നിമിഷപ്രിയ പല ദിവസവും അലഞ്ഞു തിരിയും. നിമിഷപ്രിയയ്ക്ക് ഇപ്പോ വീട്ടിലേക്ക് വിളിക്കാനുള്ള അനുവാദം പോലുമില്ല. നിമിഷപ്രിയയുടെ ഫോണിലെ സിം അയാളങ്ങ് ഊരിയെടുക്കും. അതാണ് അയാളുടെ സ്ഥിര രീതി. തലാലിനെ പേടിച്ച് നിമിഷപ്രിയ പുതിയ സിമ്മുകൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയും അവൾ സമയം കിട്ടുമ്പോഴൊക്കെ വിവരം ടോമി തോമസിനെ വിളിച്ച് പറയുകയും ചെയ്തു. ടോമി തോമസ് അവൾ അനുഭവിക്കുന്ന മുഴുവൻ ദുരിതങ്ങളും അതേ അളവിൽ അറിയുന്നുണ്ടായിരുന്നില്ല. കുറച്ച് ഒതുക്കിയാണ് നിമിഷപ്രിയ ഭർത്താവിനോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. ഇതേ സമയത്ത് തന്നെ തലാലിന്റെ ഇടപെടലുകൾ മറ്റൊരു ശൈലിയിലേക്ക് എത്തി. തലാല് ചില ദിവസങ്ങളിൽ അയാളുടെ കൂട്ടുകാരെ കൂടി രാത്രി നിമിഷപ്രിയയുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരും. നിമിഷപ്രിയോട് അവർക്കൊപ്പം കിടക്ക പങ്കിടണമെന്ന് പറയുന്ന ശൈലിയിലേക്ക് തലാലെത്തി.
ആ ചെറുപ്പക്കാർ നിമിഷപ്രിയയുടെ പുറത്ത് കൈവയ്ക്കുമെന്നാകുമ്പോൾ നിമിഷപ്രിയ അവിടെ നിന്ന് ഇറങ്ങി ഓടും. തലാലും സുഹൃത്തുക്കളും ഒരു ശല്യമായി മാറിയപ്പോൾ നിമിഷപ്രിയയെ ഞെട്ടിച്ചുകൊണ്ട് ഒരു കാര്യം കൂടി അവൾ അറിഞ്ഞു. അവളുടെ ആ നഴ്സിംഗ് ഹോമിന്റെ ഓഹരി രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോൾ അതിൽ തലാല് അയാളുടെ പേര് കൂടി ചേർത്തിരിക്കുകയാണ്. ഇപ്പോൾ അയാൾ ഔദ്യോഗികമായി ആ നഴ്സിംഗ് ഹോമിന്റെ ഒരു ഷെയർ ഹോൾഡറായി മാറിയിരിക്കുന്നു. നിമിഷപ്രിയയുടെയോ അബ്ദുൾ ലത്തീറിന്റെയോ അനുവാദമില്ലാതെ തലാല് അയാളുടെ പേര് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. രസകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ ഡോക്യുമെന്റ് അനുസരിച്ച് ആ നഴ്സിംഗ് ഹോമിന്റെ 67% ഷെയറും തലാലിന്റെ പേരിലാണ്. ഒരു പണവും മുടക്കാത്ത തലാൽ അങ്ങനെ ആ നഴ്സിംഗ് ഹോമിന്റെ ഉടമയായി. സ്വാഭാവികമായിട്ടും നിമിഷപ്രിയ പരാതിയുമായി പോലീസിലെത്തി. പോലീസിന്റെ അവിടുത്തെ നിയമം ലേശം രസകരമായ നിയമമാണ്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പരാതി കൊടുത്ത നിമിഷപ്രിയയും തലാലിനെയും പോലീസ് ഒരുമിച്ച് അറസ്റ്റ് ചെയ്തു. ഒരുമിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ടുപേരും റിമാൻഡ് ചെയ്യപ്പെട്ടു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനായി നിമിഷപ്രിയ പല മാർഗങ്ങളും ആലോചിക്കുമ്പോഴാണ് 16 ദിവസത്തിന് ശേഷം അവളെ ജയിലിൽ നിന്ന് വിടുന്നത്. ജയിലിൽ നിന്ന് അവളെ മോചിപ്പിക്കാനായി കോടതി ഒരു ഉത്തരവിട്ടിട്ടുണ്ട്. ആ ഉത്തരവിടാൻ കോടതിയെ സഹായിച്ചത് ഒരു ഡോക്യുമെന്റാണ്. ആ ഡോക്യുമെന്റ് തലാലിന്റെയും നിമിഷപ്രിയയുടെയും മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്. ഒരു കള്ള മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തലാലിന്റെ ഭാര്യയാണ് നിമിഷപ്രിയ എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയാണ് തലാൽ യഥാർത്ഥത്തിൽ നിമിഷപ്രിയയെ ജയിലിൽ നിന്ന് പുറത്തിറക്കിയത്. ജയിലിൽ നിന്ന് ഭാര്യ എന്ന പേരിൽ നിമിഷപ്രിയയെ പുറത്തിറക്കിയോടുകൂടി തലാലിന് അവളുടെ മുകളിലുള്ള അധികാരം വർദ്ധിച്ചു. ആ അധികാര വർധനവ് സ്വാഭാവികമായും രാത്രിയുള്ള മർദ്ദനത്തിന്റെ തോത് കൂട്ടുകയും ചെയ്തു. തലാലിനെ കാരണം ജീവിക്കാൻ പറ്റില്ല എന്ന് വന്നതും നിമിഷപ്രിയ വീണ്ടും പോലീസിൽ പരാതിയുമായി ചെന്നു. പോലീസ് വീണ്ടും തലാലിനെ പൊക്കി. തലാലിനെതിരെ പരാതി കൊടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിമിഷപ്രിയ മാത്രമല്ല ഉള്ളത്. തലാല് പലപ്പോഴും വണ്ടി എടുത്തുകൊണ്ട് റോഡിലൂടെ പോകുമ്പോൾ ഏതെങ്കിലുമൊക്കെ വാഹനത്തിൽ കൊണ്ടുവന്ന് ഇടിക്കുകയോ ആളുകളുമായി തല്ലുണ്ടാക്കുകയൊക്കെ ചെയ്യും. അതുപോലെ കുറച്ച് റിയൽ എസ്റ്റേറ്റ് പരിപാടികളൊക്കെ ഉണ്ട്. ആ റിയൽ എസ്റ്റേറ്റ് പരിപാടിയിൽ ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലുമൊക്കെ ചെയ്യും. സ്വാഭാവികമായും പോലീസ് പൊക്കും. അതുകൊണ്ട് തന്നെ തലാല് ഇപ്പൊ എവിടെയുണ്ടെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരങ്ങൾ പലതാണ്. ഒന്നുകിൽ നഴ്സിംഗ് ഹോമിൽ കാണും, അല്ലെങ്കിൽ തുണിക്കടയിൽ കാണും, അതുമല്ലെങ്കിൽ തലാല് ജയിലിലായിരിക്കും. ജയില്, തുണിക്കട, നഴ്സിംഗ് ഹോം എന്ന ശൈലിയിൽ തലാൽ ഇങ്ങനെ കയറി ഇറങ്ങി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തലാൽ ജയിലിലായിരിക്കുമ്പോൾ മാത്രമാണ് നിമിഷപ്രിയയ്ക്ക് ശരിക്കും ഒരു ആശ്വാസമുള്ളത്. അവളങ്ങനെ ആശ്വസിക്കുമ്പോഴേക്കും അയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയും നേരെ നിമിഷപ്രിയയുടെ അടുത്തെത്തുകയും അവൾ മർദ്ദിക്കുകയും ചെയ്യും. അയാളുടെ ശല്യം കൂടിക്കൂടി വന്നപ്പോൾ സ്ഥിരമായി തലാൽ ജയിലിലാകുന്ന ജയിലിലെ ജയിൽ വാർഡൻ നിമിഷപ്രിയയോട് പറഞ്ഞു, നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ അവൻ പിടിച്ചു വച്ചിരിക്കുന്ന പാസ്പോർട്ടുകൾ നീ അവൻ്റെ നിന്ന് കരസ്ഥമാക്കിയാലേ പറ്റൂ. ആ ജയിൽ വാർഡന്റെ കാര്യങ്ങളൊക്കെ അറിയാം. നിമിഷപ്രിയയുടെ എല്ലാ സമ്പാദ്യങ്ങളും പാസ്പോർട്ടും എന്നുകൊണ്ട് സകലതും ഈ തലാലിന്റെ കൈവശമാണ്. തലാല് നല്ല ആരോഗ്യമുള്ളൊരു കക്ഷിയാണ്. സാധാരണഗതിയിൽ അവനോട് ചോദിച്ച അവൻ കൊടുക്കത്തില്ല. പോലീസിനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. തലാലിന് അനുകൂലമായിട്ടാണ് പോലീസിന്റെ സകല ആക്ടിവിറ്റീസ്. തലാലിന്റെ കയ്യിൽ നിന്ന് ആ പാസ്പോർട്ട് സംഘടിപ്പിക്കണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അവനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടിയിട്ട് തല്ലി അവന്റെ കയ്യിൽ നിന്ന് ആ പാസ്പോർട്ട് വാങ്ങിക്കുക. അതല്ലാതെ തലാലിന്റെ കയ്യിൽ നിന്ന് പാസ്പോർട്ട് വാങ്ങാൻ ഒരു മാർഗവുമില്ല. ആ ജയിൽ വാർഡൻ ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിമിഷപ്രിയ ജയിൽ വാർഡനോട് ചോദിച്ചു, അല്ല ഞാൻ എങ്ങനെ അയാളെ കെട്ടിയിടും? നീ ഒരു നേഴ്സല്ലേ, അവന് വല്ല സഡേഷൻ അങ്ങനെ കൊടുത്ത് ഉറക്കാൻ നോക്ക്, എന്നിട്ട് അവനെടുത്ത് കെട്ടിയിടും. ആ ജയിൽ വാർഡൻ പറഞ്ഞ യുക്തി ഒന്ന് ഉപയോഗിച്ചു നോക്കാൻ നിമിഷപ്രിയ തീരുമാനിക്കുന്നത് 2017 ജൂലൈ മാസത്തിലാണ്. അവൾ ഒരു സെഡേഷൻ ഈ തലാല് നിമിഷപ്രിയയുടെ വീട്ടിൽ വന്നപ്പോൾ അവന് കൊടുത്തു. ശരിക്കും ആ ഗുളിക അവൻ കുടിക്കുന്ന മദ്യത്തിൽ കലക്കി കൊടുത്തതാണ്. പക്ഷേ അതൊന്നും അവനെ ഏശിയില്ല. അവൻ നല്ല അടിച്ച് ഫിറ്റായിരിക്കുന്നുണ്ട്, അവനൊരു കുഴപ്പമുണ്ടായില്ല. ആദ്യത്തെ സെഡേഷൻ ഏക്കാതെ പോയതും നിമിഷപ്രിയ രണ്ടാമതൊരു അറ്റംപ്റ്റ് കൂടി നടത്താൻ തീരുമാനിച്ചു. അത് സംഭവിക്കുന്നത് 2017 ജൂലൈന്റെ എൻഡിലൂടാണ്. കെറ്റാമിൻ എന്ന ഒരു സെഡേറ്റീവ് ഉണ്ട്. അതാണ് ഈ സമയത്ത് നിമിഷപ്രിയ ഉപയോഗിച്ചത്. അടിച്ചു ഫിറ്റായിരുന്ന തലാല് ഏതാണ്ട് അബോധാവസ്ഥയിലായിരിക്കുന്ന സമയത്താണ് നിമിഷപ്രിയ അയാളുടെ പുറത്ത് കെറ്റമിൻ ഇഞ്ചെക്ട് ചെയ്യുന്നത്. ആ സെഡേഷൻ തലാലിന്റെ പുറത്ത് കയറിയതും തലാല് ഒന്ന് വിറച്ചു. ശരിക്കും അയാള് പെട്ടെന്ന് അലറുകയും ചെയ്തു. ഒരു വല്ലാത്ത ശബ്ദത്തോടുകൂടി അലറിയ തലാല് താഴേക്ക് വീണു. തറയിലേക്ക് വീണ അയാൾ ഒന്ന് വിറച്ച് നിശ്ചലമായി. ഭയന്നുപോയ നിമിഷപ്രിയ തലാലിന്റെ പൾസ് പിടിച്ചു നോക്കുമ്പോൾ അയാളുടെ പൾസ്
നിന്നിരിക്കുകയാണ്. തലാല് മരണപ്പെട്ടുവെന്ന് നഴ്സായ നിമിഷപ്രിയയ്ക്ക് ആ നിമിഷം തന്നെ മനസ്സിലായി. ശരിക്കും ഒരു വല്ലാത്ത പ്രതിസന്ധിയിലകപ്പെട്ട നിമിഷപ്രിയ ആ നിമിഷം തന്നെ ആ വീടിന്റെ അടിയിൽ താമസിക്കുന്ന അവളുടെ സുഹൃത്തു കൂടിയായ ഹനാനോട് കാര്യം പറഞ്ഞു. അവള് നഴ്സാണ്. ഹനാൻ ഉടൻ മുകളിലെത്തി ഹനാൻ കാണുന്നത് തറയിൽ അങ്ങനെ മറന്നു കിടക്കുന്ന തലാലിനെയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ നിമിഷപ്രിയ ശരിക്കും അമ്പരന്ന് കുഴങ്ങി നിൽക്കുകയാണ്. നിമിഷപ്രിയ ആശ്വസിപ്പിച്ച ഹനാൻ നിമിഷപ്രിയോട് പറഞ്ഞു, ഈ ഡെഡ് ബോഡി ഇവിടെ ഇങ്ങനെ ഇട്ടിരുന്ന പ്രശ്നമാണ്. നമുക്ക് ഇവനെ എവിടെയെങ്കിലും മറവ് ചെയ്തിട്ട് ഇവിടുന്ന് രക്ഷപ്പെടുകയല്ലാതെ വേറെ മാർഗമില്ല. തലാലിന്റെ കൈവശമുള്ള പാസ്പോർട്ടൊക്കെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാമെന്നാണ് ഹനാൻ നിമിഷപ്രിയോട് പറയുന്നത്. പക്ഷെ അതിനു മുന്നേ അയാളുടെ ഡെഡ് ബോഡി മറവ് ചെയ്യണം. തലാലിന്റെ ഡെഡ് ബോഡി എവിടെ മറവ് ചെയ്യും എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും നിമിഷപ്രിയയുടെയും ഹനാന്റെ മനസ്സിലുണ്ട്. ഹനാനാണ് അതിനൊരു ഐഡിയ ഉണ്ടാക്കിയത്. തലാലിന്റെ ബോഡി ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് കഷ്ണമായി മുറിച്ചു. ആ ബോഡി ചെറു കഷ്ണങ്ങളാക്കിയതിനു ശേഷം ഹനാൻ ആ അവശിഷ്ടങ്ങൾ ആ ബിൽഡിങ്ങിന്റെ മുകളിലുള്ള വാട്ടർ ടാങ്കിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ചു. ആരും ഈ സംഭവം കണ്ടിട്ടില്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷം ആ ഹോളും പരിസരമൊക്കെ കഴുകി വൃത്തിയാക്കി ആർക്കും ഒരു സംശയമില്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷം ഹനാനും നിമിഷപ്രിയയും കൂടി അവിടെ ഉണ്ടായിരുന്ന കാശും പാസ്പോർട്ടും ഒക്കെ സംഘടിപ്പിച്ച് അവിടെ നിന്ന് സൗദി ലക്ഷ്യമാക്കി നീങ്ങുകയായിരുന്നു. പക്ഷെ കഷ്ടകാലത്തിന് തലാലിനെ തിരക്കി അവന്റെ സുഹൃത്തുക്കൾ അന്നും ആ വീട്ടിൽ വന്നു. അവിടെ നിന്നാണ് പ്രശ്നം ആരംഭിക്കുന്നത്. തലാല് അവിടെ ഇല്ലാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവന്മാർ കടയിലും വീട്ടിലൊക്കെ തിരക്കി. തലാൽ എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോയി കാണും എന്ന മറുപടിയാണ് അവിടെ നിന്നൊക്കെ കിട്ടിയത്. പക്ഷേ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ മുകളിലുള്ള വാട്ടർ ടാങ്കിലെ വെള്ളം ടാപ്പിലൂടെ വരുമ്പോൾ അതിൽ രക്തത്തിന്റെ അംശം കണ്ടതും ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ആളുകൾ അന്വേഷിച്ച് അവസാനം വാട്ടർ ടാങ്കിലെത്തി. ആ വാട്ടർ ടാങ്കിന് അകത്തേക്ക് നോക്കിയ ആളുകൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമായി. പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു. ഈ സമയത്ത് നിമിഷപ്രിയയും ഹനാനും അവിടെ ഇല്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി. ഹസ്ബൻഡായ തലാലിനെ കൊന്നിട്ട് നിമിഷപ്രിയ സ്ഥലം വിട്ടു എന്ന് മാനേജർ തന്നെ പോലീസിനോട് പറയുകയും ചെയ്തു. അതുമാത്രമല്ല, കോടതിയിൽ നേരത്തെ നിമിഷപ്രിയയെ പുറത്തിറക്കാൻ വേണ്ടി തലാലിന് തന്നെ അവളാണ് അയാളുടെ ഭാര്യ എന്ന ശൈലിയിൽ ഒരു ഡോക്യുമെന്റ് കൊടുത്തിട്ടുമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് വാർത്തകൾ ഉണ്ടായത്. ആ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ പത്രങ്ങളിലും ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ ഒരു മലയാളി നേഴ്സ് അവളുടെ ഭർത്താവിനെ കൊന്ന് കഷ്ണങ്ങളാക്കി മുറിച്ച് ടാങ്കിൽ തള്ളി എന്നുള്ള വാർത്ത വരുന്നത്. ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങൾ ആ വാർത്ത പൊല്ലിപ്പിച്ചങ്ങടുക്കി. നിമിഷപ്രിയ ഈ കാര്യങ്ങളൊക്കെ ടോമി തോമസിനോട് ജയിലിലെ ഫോണിലൂടെ പറയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ടോമി തോമസ്. അയാൾക്ക് അയാളുടെ ഭാര്യയെ യമനിലെ ജയിലിൽ നിന്ന് രക്ഷിക്കണം. അതിന് എന്താണ് മാർഗം എന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അയാളുടെ മുന്നിൽ ഒന്നും തെളിയുന്നില്ല. അയാൾ ഉടൻ തന്നെ പരിചയക്കാരെ രാഷ്ട്രീയക്കാരോട് പറഞ്ഞിട്ട് അവരുടെ സഹായത്താൽ അയാളുടെ MLA പോയി കണ്ടു. MLAയും മറ്റ് രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ആ വിഷയത്തിൽ ഇടപെടാം എന്ന് പറഞ്ഞെങ്കിലും ശരിക്കും അവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ ഒരു സംഭവമില്ലാത്ത ഒരു സാഹചര്യം ഈ സമയത്ത് യമനിൽ രൂപപ്പെട്ടിട്ടുണ്ട്. യമനിലെ ഭരണം ഹൂതികൾ പിടിച്ചപ്പോൾ ഇന്ത്യയുടെ എംബസി അവിടെ പ്രവർത്തനം നിർത്തിയിരുന്നു. ഇന്ത്യക്കാർക്ക് യമനിലേക്ക് പോകാനുള്ള അനുവാദം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എടുത്തുകളയും ചെയ്തിരിക്കുകയാണ്. ഇന്ത്യൻ പൗരന്മാരാരും യമനിലേക്ക് പോകാൻ പാടില്ല എന്നുള്ള ഗവൺമെന്റിന്റെ ഒരു റൂളും വന്നു. അതുകൊണ്ട് തന്നെ യമനിലുള്ള നിമിഷപ്രിയയെ കാണാൻ പോകുക എന്ന് പറയുന്നത് തികച്ചും അസംഭവ്യമായ ഒരു കാര്യമാണെന്ന് ടോമി തോമസിനോട് അയാൾ പരിചയപ്പെട്ട MLAയും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ പറയുകയും ചെയ്തു. പക്ഷെ ടോമിക്ക് ഒന്നും അവസാനിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഇതേ സമയത്ത് തന്നെ കൊല്ലങ്കോട് നിന്ന് പ്രേമകുമാരി എറണാകുളത്തേക്ക് എത്തിയിട്ടുണ്ട്. എറണാകുളത്ത് ഒരു വീട്ടിൽ ജോലിക്കാരിയായി കൂടിയിരിക്കുകയാണ് പ്രേമകുമാരി. അവിടെ ജോലിക്ക് നിൽക്കുന്ന പ്രേമകുമാരി മകളെ കോണ്ടാക്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഇതിനിടയിൽ നിമിഷപ്രിയയുടെയും ഹനാന്റെയും വിചാരണ ആരംഭിച്ചു. അവൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ശരിക്കും ഗുരുതരമായ കുറ്റമാണ്. അവളുടെ ഭർത്താവിനെ കൊന്ന് കഷ്ണങ്ങളാക്കി മുറിച്ച് വാട്ടർ ടാങ്കിൽ അവൾ നിക്ഷേപിച്ചു എന്നുള്ള കുറ്റമാണ് അവൾക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. അതിന് അവളെ അസിസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് കൂട്ടുകാരിയായ ഹനാന്റെ മേലുള്ള കുറ്റം. അവിടെ നടന്ന വിചാരണ പൂർണ്ണമായി അറബിയിലാണ്. നിമിഷപ്രിയയ്ക്ക് യഥാർത്ഥത്തിൽ അവിടെ ആ വക്കീലന്മാർ സംസാരിക്കുന്നത്, ജഡ്ജിമാർ പറയുന്നതൊന്നും കൃത്യമായിട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നില്ല. അവൾക്ക് വേണ്ടി വാദിക്കാനായി വക്കീലന്മാരുമില്ല. അവൾ തന്നെയാണ് അവൾക്ക് വേണ്ടി വാദിക്കുന്നത്. സ്വാഭാവികമായിട്ടും കോടതി നിമിഷപ്രിയയ്ക്ക് എതിരായിട്ടാണ് വിധി പ്രസ്താവിച്ചത്. നിമിഷപ്രിയയ്ക്ക് വധശിക്ഷയാണ് കോടതി വിധിച്ചത്. ഹനാൻ ആ മരണത്തിൽ നേരിട്ട് പങ്കാളി അല്ലെങ്കിലും ആ ബോഡി മറവ് ചെയ്യാൻ നിമിഷപ്രിയയെ സഹായിച്ചു എന്ന കാരണത്താൽ
ജീവപര്യന്തം തടവിനും വിധിക്കപ്പെട്ടു. സ്വാഭാവികമായിട്ട് ഈ വാർത്ത സകല ഇന്ത്യൻ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തു. കേരളത്തിൽ അതൊരു വലിയ സംഭവമായി മാറി. മലയാളി നഴ്സിന് വധശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുകയാണ്. ആ വാർത്ത വായിച്ച പ്രേമകുമാരിയും ടോമി തോമസും ആകെ നടുങ്ങിയിട്ടുണ്ട്. മകളെ രക്ഷിക്കാനുള്ള പ്രേമകുമാരിയുടെ ഒരു യുദ്ധം ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. നിമിഷപ്രിയയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകാൻ അവിടെ വക്കീലന്മാര് ആരുമില്ല എന്നുള്ള യാഥാർത്ഥ്യം നിമിഷപ്രിയയ്ക്ക് ആഴ്ചയിൽ 1-2 തവണ വീട്ടിലേക്ക് ഫോൺ വിളിക്കാൻ കിട്ടുന്ന സമയത്തിൽ അവൾ പറഞ്ഞ് ധരിപ്പിക്കുന്നുണ്ട്. അവൾക്ക് പരിചയമുള്ള സകല നമ്പറിലേക്ക് വിളിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലേക്കും നിമിഷപ്രിയ വിളിച്ചെങ്കിലും അനുകൂലമായ ഒരു മറുപടിയും ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടായില്ല. അത് സംഭവിക്കുന്നത് 2017 ഓണത്തിന് ശേഷമാണ്. പക്ഷെ ആ സമയത്തും ടോമി തോമസും പ്രേമകുമാരിയും സകല ആളുകളെയും കണ്ട് സഹായിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അറബി നാടുകളിൽ ബ്ലഡ് മണി എന്ന് പറഞ്ഞ ഒരു ഏർപ്പാടുണ്ട്. തലാലിന്റെ കുടുംബത്തിന് ഏകദേശം 70 ലക്ഷം രൂപ വരുന്ന ബ്ലഡ് മണി കൊടുത്താൽ അവർ ആ ബ്ലഡ് മണി കൈപ്പറ്റിയിട്ട് നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുക്കും. അങ്ങനെ മാപ്പ് കൊടുത്താൽ വധശിക്ഷയിൽ നിന്നും തടവിൽ നിന്നും അവൾ രക്ഷപ്പെടും. ഈ കാര്യം പലർക്കും അറിയാം. 70 ലക്ഷം രൂപയുടെ ബ്ലഡ് മണിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ കയ്യിൽ 10,000 രൂപ പോലും എടുക്കാൻ പറ്റാത്ത ആളുകളായ ടോമി തോമസും പ്രേമകുമാരിയും ശരിക്കും അക്ഷരാർത്ഥത്തിൽ പെട്ടതുപോലെയായി. ഡയറക്റ്റായിട്ട് തലാൽ കുടുംബവുമായി ഇതുവരെ അവർക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുമില്ല. തലാൽ കുടുംബത്തെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു മാർഗവുമില്ല. ജയിലിലായിരിക്കുന്ന നിമിഷപ്രിയ അല്ലാതെ യമനിലുള്ള കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന കക്ഷികളും അവർക്കില്ല. ആകെ പെട്ടു നിൽക്കുമ്പോഴാണ് നിമിഷപ്രിയയ്ക്ക് വേണ്ടി കോടതി തന്നെ ഒരു വക്കീലിനെ ചുമതലപ്പെടുത്തുന്നത്. ആ വക്കീല് അപ്പീൽ കോടതിയിൽ നിമിഷപ്രിയയ്ക്ക് വേണ്ടി വാദിക്കാനെത്തി. ഒരു ജൂനിയർ വക്കീലാണ്. തികച്ചും നിരുത്തരവാദപരമായി മാത്രം പെരുമാറുന്ന ഒരു വക്കീൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ അതാണ് ആ ജൂനിയർ വക്കീൽ. അയാള് വിചാരണ നടക്കുന്ന സമയത്ത് പലപ്പോഴും കോടതിയിൽ വന്നതേയില്ല എന്നതാണ് സത്യം. അയാൾ കാര്യമായിട്ടൊന്നും വാദിച്ചില്ല. അപ്പീൽ കോടതിയിൽ നിമിഷപ്രിയയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നിമിഷപ്രിയയുടെ വധശിക്ഷ അപ്പീൽ കോടതിയും ശരിവെച്ചു. ഇനി ഇതിന് മുകളിലൊരു കോടതിയുണ്ട്. ആ കോടതി കൂടി വധശിക്ഷ ശരിവെച്ച് കഴിഞ്ഞാൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്ന കാര്യം മാത്രമേ ബാലൻസ് ഉണ്ടാവൂ. ഇതിനിടയിൽ 2 വർഷമാണ് കടന്നുപോയത്. നിമിഷപ്രിയ ആഴ്ചയിൽ ഒരിക്കൽ കിട്ടുന്ന അവസരത്തിലൂടെ ടോമി തോമസിനോടോ അമ്മയോടോ അല്ലെങ്കിൽ ഏതെങ്കിലും പരിചയക്കാരെയോ വിളിച്ച് അവിടെ എങ്ങനെ രക്ഷിക്കണമെന്ന് പറയുകയാണ്. ടോമി തോമസ് ഈ സമയത്ത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. മലയാളത്തിലെ പല പ്രമുഖ ഓൺലൈൻ മാധ്യമങ്ങളും നിമിഷപ്രിയയ്ക്ക് എതിരായിട്ട് ഇഷ്ടംപോലെ വാർത്ത കൊടുക്കുകയാണ്. അവൾ അവളുടെ യമൻ വംശജനായ ഭർത്താവിനെ കൊന്ന് കഷ്ണമായി നുറുക്കി വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ചു എന്ന ശൈലി തന്നെയാണ് വാർത്തകൾ. അവളുടെ ഭർത്താവിന്റെ സ്വത്ത് അടിച്ചു മാറ്റാനായിട്ടാണ് നിമിഷപ്രിയ അത് ചെയ്തതെന്നൊക്കെ ശൈലിയില ഈ മാധ്യമങ്ങൾ കൊടുക്കുന്നത്. ശരിക്കും വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങൾ കാര്യമായി പഠിക്കുക പോലും ചെയ്യാതെയാണ് വാർത്തകൾ അങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. ഈ വാർത്തകൾ വായിക്കുന്ന ടോമി തോമസും അമ്മ പ്രേമകുമാരിയൊക്കെ ശരിക്കും എന്ത് എന്ന് പറയാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലാണ്. ആ വാർത്തയോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് പോലും അവർക്കറിയത്തില്ല. തന്റെ ഭാര്യ ഒരു കാരണവശാലും ഇതൊന്നും ചെയ്യില്ല എന്ന് ടോമി തോമസിന് പൂർണ്ണ ഉറപ്പാണ്. വിവാഹ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന്. തൊടുപുഴയിൽ 2015 ജനുവരിയിൽ എത്തിയ ആ തലാൽ അന്ന് അവിടെ നിന്ന് അവരുടെ ഒരു വിവാഹ ഫോട്ടോ കൈക്കലാക്കിയിരുന്നു. ആ വിവാഹ ഫോട്ടോയിൽ ടോമി തോമസിന്റെ തല മോർഫ് ചെയ്ത് മാറ്റി സ്വന്തം തല ചേർത്തതിന് ശേഷം ആ കല്യാണ ഫോട്ടോ കാണിച്ചാണ് യഥാർത്ഥത്തിൽ കോടതിയിൽ തലാലിന്റെ ഭാര്യയാണ് നിമിഷപ്രിയ എന്ന് ധരിപ്പിച്ചത്. ശരിക്കും കോടതിയിൽ വാദിക്കാൻ ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ നിമിഷപ്രിയയ്ക്ക് ഈസി ആയിട്ട് അത് തെളിയിക്കാൻ പറ്റുമായിരുന്നു. നിമിഷപ്രിയയുടെ പാസ്പോർട്ടും ആ കല്യാണ ഫോട്ടോയോട് അനുബന്ധിച്ച് തയ്യാറാക്കി കൊണ്ടുവന്ന ആ മാരേജ് സർട്ടിഫിക്കറ്റും ഒന്ന് കമ്പയർ ചെയ്താൽ മാത്രം മതിയായിരുന്നു. മാരേജ് സർട്ടിഫിക്കറ്റിൽ ഒരു മുസ്ലിം പേരാണ് നിമിഷപ്രിയയുടെ ഫോട്ടോയുടെ അടിയിൽ കൊടുത്തിരിക്കുന്നത്. ആ മുസ്ലിം പേരും പാസ്പോർട്ടിലെ നിമിഷപ്രിയയുടെ പേരും നോക്കുമ്പോൾ കോടതിക്ക് തന്നെ അവിടെ ഒരു സംശയം ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അവ കൊണ്ടുവരാനോ കാണിക്കാനോ അതിനെ ബേസ് ചെയ്ത് വാദിക്കാനോ നിമിഷപ്രിയയ്ക്ക് ആരും ഉണ്ടായിരുന്നില്ല. ഈ വിവരങ്ങളൊക്കെ പതുക്കെ ആളുകൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങി. ഇൻഡിപെൻഡന്റ് വ്യക്തികളും ഓൺലൈൻ കൂട്ടായ്മകളും ഒക്കെ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ഒന്ന് ആക്റ്റീവായി തുടങ്ങിയപ്പോൾ അതിൽ കേരള സർക്കാരും കേന്ദ്ര വിദേശകാര്യ വകുപ്പും ഒക്കെ സജീവമായി പങ്കാളികളായി. അങ്ങനെയാണ് 2020 ഡിസംബർ 17 KL ബാലചന്ദ്രൻ എന്ന അഡ്വക്കേറ്റിനെ അപ്പീൽ കോടതിയിൽ നടക്കുന്ന വാദത്തിൽ പങ്കെടുക്കാനായി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അനുവദിക്കുന്നത്.
അതിനുവേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രഖ്യാപിതമായ നയത്തിൽ ഒരു ഇളവ് വരുത്തിയാണ് ഗവൺമെന്റ് ഓർഡർ ഇട്ടത്. ഒരു ഇന്ത്യൻ പൗരനും യമനിലേക്ക് യാത്ര ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമത്തിലാണ് ഒരു ഇളവ് വരുത്തിയത്. KL ബാലചന്ദ്രൻ കോടതിയിൽ ഹാജരാകേണ്ടത് ഡിസംബർ 22-നാണ്. അദ്ദേഹത്തിന് 5 ദിവസത്തെ സമയമാണ് ലഭിച്ചത്. ആ 5 ദിവസത്തെ സമയം കൊണ്ട് വിഷയമൊക്കെ നന്നായി പഠിച്ച് നിമിഷപ്രിയയ്ക്ക് അനുകൂലമായി വാദിക്കാൻ ബാലചന്ദ്രൻ റെഡിയാകുമ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. അതിന്റെ ഒരു ലക്ഷണം ആ വിചാരണ കോടതിയിലെ ജഡ്ജിക്ക് അനുഭവപ്പെട്ടു. ജഡ്ജി വിചാരണ മാറ്റിവെച്ച് ജഡ്ജി അസുഖഭേദമായി വീണ്ടും കോടതിയിൽ ആ കേസ് കേൾക്കാൻ വരുമ്പോഴേക്കും ഇന്ത്യയിൽ 2020 മാർച്ച് ആയിട്ടുണ്ട്. 2020 മാർച്ചിന് ലോകം മുഴുവൻ കൊറോണ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. സകല രാജ്യങ്ങളും അവരവരുടെ രാജ്യത്തു നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി യാത്രാ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. ശരിക്കും ലോകം മുഴുവൻ ലോക്ക്ഡൌൺ ആയ സമയം. നിമിഷപ്രിയയ്ക്ക് വേണ്ടി വാദിക്കാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചുമതലപ്പെടുത്തിയ KL ബാലചന്ദ്രന് യമനിലേക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യവുമായി. കൊറോണ ശരിക്കും ശക്തമായി ലോകം മുഴുവൻ നിശ്ചലമാക്കിയപ്പോൾ നിമിഷപ്രിയയെ കോണ്ടാക്ട് ചെയ്യാനുള്ള മാർഗങ്ങളും അവസാനിച്ചു. ടെലിഫോൺ കോളുകൾ പോലും വല്ലപ്പോഴും മാത്രം ഇന്ത്യയിലേക്ക് വരുന്ന ഒരു സാഹചര്യവും ഇതിന്റെ ഫലമായിട്ടാണ് ഉണ്ടായത്. എന്നാൽ പതുക്കെ യമനിലുള്ള ചില ആളുകൾ നിമിഷപ്രിയയ്ക്ക് അനുകൂലമായി ഇടപെട്ട് തുടങ്ങുന്നതും ആ കൊറോണ അതിന്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോഴാണ്. ഒരു സാമുവൽ ജെറോം യമനിലെ സനാനിലുണ്ട്. അദ്ദേഹം ഈ ബ്ലഡ് മണിയെക്കുറിച്ച് പ്രേമകുമാരിയോടും ടോമി തോമസിനോടും സംസാരിക്കുന്നത് 2020 അവസാനത്തിലാണ്. ബ്ലഡ് മണി തലാലിന്റെ കുടുംബത്തിന് കൊടുക്കാൻ പറ്റിയാൽ അവർ നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമായി അവതരിപ്പിക്കുന്നത് ഈ ജെറോമാണ്. ഈ സമയത്ത് നിമിഷപ്രിയയ്ക്ക് അനുകൂലമായ പ്രചാരണങ്ങൾ സംഘടിപ്പിക്കുന്ന ഓൺലൈൻ കൂട്ടായ്മകൾ പല സ്ഥലത്തായി ഉണ്ടായി വന്നു. ഒരു ഇന്റർനാഷണൽ കൂട്ടായ്മ തന്നെ ഉണ്ടായി വരികയാണ്. തലാൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ പതുക്കെ പുറത്തായി തുടങ്ങുകയാണ്. തലാൽ നിമിഷപ്രിയയെ പെടുത്തുകയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യവും പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓൺലൈൻ മാധ്യമങ്ങൾ 2021 ആയപ്പോൾ നിമിഷപ്രിയയ്ക്ക് അനുകൂലമായ വാർത്തകൾ കൊടുത്തു തുടങ്ങി. തലാൽ എന്ന ആ സാമൂഹ്യ വിരുദ്ധന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിസ്സഹായായ ഒരു പെൺകുട്ടി നടത്തിയ ജീവൻ മരണ പോരാട്ടത്തിൽ സംഭവിച്ച ഒരു പാകപ്പിഴയാണ് യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നതെന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ നിമിഷത്തിലാണ്. അതുവരെ നിമിഷപ്രിയയെ ഒരു ക്രൂരയായ കൊലപാതകിയായിട്ട് മാത്രം അവതരിപ്പിച്ച ഓൺലൈൻ മാധ്യമങ്ങൾ നിമിഷപ്രിയയ്ക്ക് അനുകൂലമായി വാർത്തകൾ കൊടുത്തു തുടങ്ങി. സ്വാഭാവികമായി അതിൻ്റെതായ ഒരു ഊർജം എല്ലാ മേഖലയിലും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. നിമിഷപ്രിയയ്ക്ക് അനുകൂലമായ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അപ്പോഴാണ് ഒരു ശക്തമായ പ്രശ്നം ഉണ്ടായത്. യമനിലേക്ക് പോകാൻ ഒരു ഇന്ത്യൻ പൗരനെ അനുവദിക്കില്ല എന്നുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആ നയം കർക്കശമായി ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കൊറോണ ഏതാണ്ട് പൂർണ്ണമായും അവസാനിച്ചിട്ടും ആ നയത്തിൽ ഒരു മാറ്റവുമില്ല. ആ നയം അങ്ങനെ കർക്കശമായി ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കാരണം യമനിൽ നടക്കുന്ന ആഭ്യന്തര കലാപമാണ്. ഹൂതികളെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇറാനാണ്. അവിടുത്തെ യഥാർത്ഥ ഭരണകൂടത്തെ പ്രൊമോട്ട് ചെയ്യുന്നത് സൗദിയുമാണ്. സൗദി സ്പോൺസേഡ് ആളുകളും ഇറാൻ സ്പോൺസേഡ് ആളുകളും തമ്മിൽ സ്ഥിരമായി യുദ്ധം നടക്കുകയാണ്. സൗദിയുടെ യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഹൂതി മേഖലയിൽ കയറി ബോംബ് വർഷിക്കുന്ന ഒരു സ്ഥിരം പരിപാടിയാണ്. സ്വാഭാവികമായി അതിന് എതിരായി ഹൂതികളുടെ തിരിച്ചടി ഉണ്ടാവും. ഈ കലാപം നടക്കുന്ന മേഖലകളിലേക്ക് ഒരു ഇന്ത്യക്കാരനെ അനുവദിക്കാൻ പറ്റില്ല എന്നുള്ള ഗവൺമെന്റ് ഓഫ് ഓർഡർ നിലവിലിരിക്കുന്നതുകൊണ്ട് പ്രേമകുമാരിക്കോ ടോമി തോമസിനോ യമനിലേക്ക് പോയി നിമിഷപ്രിയയെ കാണാൻ പറ്റാത്ത ഒരു സാഹചര്യവുമാണ്. ഈ സമയത്ത് ആ നിയമം ഒന്ന് പിൻവലിച്ച് കിട്ടാൻ അല്ലെങ്കിൽ നിയമത്തിൽ ഒരു ഇളവ് കിട്ടാൻ വേണ്ടി ടോമി തോമസും പ്രേമകുമാരിയും മുട്ടാത്ത വാതിലുകൾ ഇല്ല എന്ന് തന്നെ പറയാം. നിയമത്തിന്റെ വാതിലുകളും രാഷ്ട്രീയ പ്രവർത്തകരുടെ വാതിലുകളും എന്ന് വേണ്ട സാമൂഹ്യ സേവന മേഖലയിലുള്ള ആളുകളുടെയും ഓൺലൈൻ കൂട്ടായ്മകളുടെയും പത്രങ്ങളുടെയും ചാനലുകളുടെയും ഒക്കെ വാതിലുകൾ അവർ നിരന്തരം മുട്ടിക്കൊണ്ടേയിരുന്നു. 2021 2022 തുടർച്ചയായി അവരങ്ങനെ ശ്രമിച്ചിട്ടും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അവരുടെ ആ കർക്കശമായ നിയമത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒരു ഇന്ത്യൻ പൗരനെയും യമനിലേക്ക് വിടില്ല എന്നുള്ള ആ നിർബന്ധ ബുദ്ധി സ്വാഭാവികമായും അവസാനം ഡൽഹി ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനാണ് നിമിഷപ്രിയയ്ക്ക് വേണ്ടി ദില്ലി കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തത്. ഇതിനിടയിൽ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും യമനിൽ സംഭവിച്ചിരിക്കുകയാണ്. നിമിഷപ്രിയയുടെ അപ്പീലുകൾ ഒന്നൊന്നായി തള്ളിക്കൊണ്ടേയിരിക്കുകയാണ്. ആ അപ്പീലുകൾ പൂർണ്ണമായും തള്ളപ്പെടുന്നതിന് മുന്നേ
നിമിഷപ്രിയയ്ക്ക് വേണ്ടി ആരെങ്കിലും യമനിൽ എത്തിയേ പറ്റൂ. അതിനുവേണ്ടി ഗവൺമെന്റ് ഒരു മാനുഷ്യ പരിഗണന കാണിക്കണമെന്നാണ് സുഭാഷ് ചന്ദ്രൻ ദില്ലി ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത്. കേസിന്റെ ഗുരുതര സ്വഭാവം മനസ്സിലാക്കിയ ദില്ലി ഹൈക്കോടതി അവസാനം ആ അനുവാദം കൊടുത്തു. അങ്ങനെ 2024 ഏപ്രിൽ 24 നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി എറണാകുളത്ത് നിന്ന് യമനിൽ സനാനിലെത്തി നിമിഷപ്രിയയെ ജയിലിൽ വെച്ച് കണ്ടു. 2015 ജനുവരി മാസത്തിൽ കൊല്ലപ്പെട്ട തലാലുമായി നിമിഷപ്രിയ നാട്ടിലെത്തിയപ്പോഴാണ് പ്രേമകുമാരി അവസാനമായി മകളെ കണ്ടത്. അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ കടന്നുപോയിരിക്കുകയാണ്. ജയിലിൽ വെച്ചുള്ള നിമിഷപ്രിയയുടെയും പ്രേമകുമാരിയുടെയും ആ കണ്ടുമുട്ടൽ ശരിക്കും വികാരനിർഭരമായ ഒരു കണ്ടുമുട്ടലാണ്. പക്ഷെ ഈ സമയത്ത് മറ്റു ചില കാര്യങ്ങൾ കൂടി യമനിൽ സംഭവിക്കുന്നതിനുള്ള തുടക്കം കുറിച്ചിരിക്കുകയാണ്. 2024 ഏപ്രിൽ മാസത്തിൽ സനാനിലെത്തിയ പ്രേമകുമാരി അവിടെ ഒരു വീട് സംഘടിപ്പിച്ച് അവിടെയായി താമസം. സനാനയിൽ ഉള്ള പ്രേമകുമാരി കേന്ദ്ര ബിന്ദുവായിക്കൊണ്ട് നിമിഷപ്രിയയെ പുറത്തിറക്കാനുള്ള നടപടിയിലേക്ക് പൊതുസമൂഹം കടക്കുന്നത് അപ്പോഴാണ്. സൗദി എംബസിയുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ഇടനില നിന്ന് തലാലിന്റെ കുടുംബവുമായി സംസാരിക്കും. ആ ഇടനിലക്കാരന്റെ കൈവശം $40,000 നിമിഷപ്രിയയ്ക്ക് വേണ്ടി പ്രേമകുമാരി ഹാൻഡ് ഓവർ ചെയ്യണം. അങ്ങനെ ഹാൻഡ് ഓവർ ചെയ്താൽ തലാലിന്റെ കുടുംബവുമായി സംസാരിച്ച് അവർ ബ്ലഡ് മണി സ്വീകരിച്ച് നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള നടപടിയിലേക്ക് കടക്കും. ആ ഒരു ധാരണ ഉണ്ടായി വരുന്നത് പ്രേമകുമാരി സനാനയിൽ എത്തിയതിനു ശേഷമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ 2024 ജൂലൈ മാസത്തിൽ $20,000 സംഘടിപ്പിച്ച പ്രേമകുമാരി ആ പണം സൗദി എംബസിയിലെ ആ ഇടനിലക്കാരന് ഹാൻഡ് ഓവർ ചെയ്തു. സൗദിക്കാർക്ക് ആ സമയത്തും യമനിൽ ഒരു നയതന്ത്ര സംവിധാനം ഉണ്ട്. അതുകൊണ്ടാണ് അവർ വഴി ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത്. $20,000 കൊടുത്തു കഴിഞ്ഞപ്പോൾ പ്രേമകുമാരിക്കും ടോമി തോമസിനും അവരെ ഈ പണം കളക്ട് ചെയ്യാൻ സഹായിച്ച ആളുകൾക്കൊക്കെ ഒരു സംശയം. സത്യത്തിൽ ഈ ഇടനിലക്കാരൻ തലാൽ കുടുംബത്തോട് സംസാരിച്ച് കാര്യങ്ങൾ ശരിയാക്കി തരുമോ ഇല്ലയോ, അതാണ് സംശയം. ആ സംശയം ഉണ്ടാകാൻ പല കാരണങ്ങളുണ്ട്. അയാളോട് പലതവണ പ്രേമകുമാരിയും ടോമി തോമസും ഒക്കെ തലാൽ കുടുംബവുമായി സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ അത് സമ്മതിക്കത്തേയില്ല. നേരിട്ടുള്ള സംഭാഷണമൊന്നും വേണ്ട എന്നതാണ് അയാളുടെ ശൈലി. അതുകൊണ്ട് തന്നെ ഒരു സംശയം പ്രേമകുമാരിക്കും ടോമി തോമസിനും അവരെ സഹായിക്കുന്ന എൻ്റെ ടീമിനും ഉണ്ട്. ആ സംശയം നിലനിൽക്കുക തന്നെയാണ് സമയം ഇങ്ങനെ ഓടിപ്പോകുന്നത്. 2024 ഓണവും മഴക്കാലവും ഒക്കെ കഴിഞ്ഞപ്പോൾ 24 ഡിസംബർ എത്തി. $20,000 കൂടി ഈ സമയത്ത് ആ മീഡിയേറ്ററുടെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തു. പണം സ്വീകരിച്ച മീഡിയേറ്റർ പക്ഷേ വളരെ വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് ഇവരോട് പങ്കുവച്ചത്. ജൂലൈയിൽ $20,000 നൽകിയതിനു ശേഷം ഒരുപാട് കാലതാമസം വന്നതുകൊണ്ട് അയാൾക്ക് ആ വിഷയം നേരെ ചൊവ്വേ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് അയാൾ നിമിഷപ്രിയയുടെ ബന്ധുക്കളോട് പറഞ്ഞത്. അപ്പോഴേക്കും ഡിസംബർ 29 ഡിസംബർ 29 ഹൂതികളുടെ സുപ്രീം കൗൺസിലിന്റെ തലവൻ മഹദി അൽ മാസ്ഹാത്ത് ഒരു വിധി പ്രസ്താവിച്ചു. ശരിക്കും അയാളുടെ മുന്നിലെത്തിയ നിമിഷപ്രിയയുടെ വധശിക്ഷ ഉത്തരവ് അയാൾ അംഗീകരിക്കുകയായിരുന്നു. സ്വാഭാവികമായി ഡിസംബർ 30 തന്നെ ആ വാർത്ത ഇന്ത്യയിൽ മുഴുവൻ അറിഞ്ഞു. ന്യൂ ഇയറോടുകൂടി സകല ആളുകളും ആ വാർത്ത ചർച്ച ചെയ്തു തുടങ്ങി. 2025 ജനുവരിയിൽ നമ്മളെല്ലാവരും സങ്കടത്തോടുകൂടിയാണ് ആ വാർത്ത കേൾക്കുന്നത്. ജനുവരി മാസത്തിലോ ഫെബ്രുവരി മാസത്തിലോ നിമിഷപ്രിയ തൂക്കിലേറ്റപ്പെടാനുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശൈലിയിൽ വധിക്കപ്പെടാനുള്ള സർവ്വസാധ്യതയുമുണ്ട്. വധശിക്ഷ നടപ്പിലാക്കുന്ന ആ അവസാന നിമിഷത്തിന് മുന്നേ വരെയും പക്ഷേ ഒരു ശ്രമം നടത്താൻ പറ്റും. തലാൽ കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുക്കുകയാണെങ്കിൽ നിമിഷപ്രിയയ്ക്ക് മോചനം കിട്ടും. ഹൂതി കൗൺസിലിന്റെ അധീനതയിലുള്ള ജയിലിലാണ് ഇപ്പോൾ നിമിഷപ്രിയ ഉള്ളത്. നിമിഷപ്രിയയുടെ മോചനത്തിൽ ഇടപെടാൻ പറ്റുന്ന ആളുകളാണ് ഹൂതി വിമതരെന്ന് കൃത്യമായും ബോധ്യപ്പെട്ട ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അവര് നിയന്ത്രിക്കാൻ കഴിയുന്ന ഇറാൻ ഭരണകൂടത്തെ സമീപിക്കുന്നത് 2025 തുടക്കത്തിലാണ്. ഈ ആഴ്ചയിൽ ശരിക്കും ശക്തമായ പ്രഷർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇറാന് മേൽ ചൊലുത്തുന്നുണ്ട്. ഇറാൻ സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ ഇടപെടാമെന്ന് ഇന്ത്യയോട് പറഞ്ഞിരിക്കുകയാണ്. നിമിഷപ്രിയയുടെ ലൈഫിൽ ഏറ്റവും ആശാവഹമായ ഒരു വാർത്ത നമ്മൾ കേൾക്കുന്നത് ഈ 2025 ജനുവരിയിലാണ്. ഇറാൻ അവരുടെ സ്വാധീന ശക്തി ഉപയോഗിച്ച് ഹൂതി വിമതരുടെ ഇടയിൽ ഇടപെട്ട് നിമിഷപ്രിയയുടെ ആ വധശിക്ഷ ഒഴിവാക്കാൻ ശ്രമിക്കുമെന്ന് തന്നെയാണ് ഇറാന്റെ ആ വാക്കുകൾ നമുക്ക് നൽകുന്ന ഉറപ്പ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഇറാൻ സർക്കാർ കൊടുത്തിരിക്കുന്ന വാക്ക് അവർ പാലിക്കുകയാണെങ്കിൽ
ഉറപ്പായും നിമിഷപ്രിയ മോചിപ്പിക്കപ്പെടും. നിമിഷപ്രിയയ്ക്ക് വേണ്ടി ആ ബ്ലഡ് മണി കൊടുക്കാൻ ലോക മലയാളികൾ വിചാരിച്ചാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ അതിന് തലാൽ കുടുംബവും നിമിഷപ്രിയയുടെ കുടുംബവും തമ്മിൽ ഒരു സംഭാഷണം നടക്കണം. അവർ തമ്മിൽ ഒരു എഗ്രിമെന്റ് എത്തണം. ഇതുവരെയും ആ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ പരസ്പരം കാണാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാക്കാൻ ആർക്കും പറ്റിയിട്ടില്ല. അവിടെ ഇറാൻ ഭരണകൂടത്തിന് ഹൂതി വിമതരുടെ ഇടയിൽ സ്വാധീനം ചെലുത്തി ഇടപെടാൻ പറ്റിയാൽ ഉറപ്പായും നിമിഷപ്രിയയുടെ വീട്ടുകാർക്കും അതുപോലെ തലാലിന്റെ കുടുംബത്തിനും തമ്മിൽ സംസാരിക്കാൻ പറ്റും. ഒരു ധാരണയിൽ എത്താനും പറ്റും. ആ ധാരണ എത്തുന്ന സമയം നീണ്ടുപോയാൽ ചിലപ്പോൾ നമുക്ക് നിമിഷപ്രിയയെ രക്ഷിക്കാൻ പറ്റാതെ വരികയും ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇപ്പോഴും ഉണ്ട്. എന്തായാലും നിമിഷപ്രിയ സകല പ്രതിസന്ധികളെയും അതിജീവിച്ച് ഈ ഫെബ്രുവരിയോടുകൂടി ഇന്ത്യയിലേക്ക് മടങ്ങി വരും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷ നിങ്ങളോട് പങ്കുവച്ചുകൊണ്ട് എംലൈഫിൽ നിന്ന് നിമിഷപ്രിയയുടെ കഥ പറഞ്ഞത് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.